അനേകം അത്ഭുത കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഉളിയന്നൂർ പെരുന്തച്ചൻ ഒരിക്കൽ സ്വദേശത്തു തന്നെ ഒരു ക്ഷേത്രത്തിലെ ഉപയോഗത്തിലേക്കായി അവിടത്തെ ഊരാൺമക്കാരുടെ ആവശ്യാർത്ഥം ഒരു കുളം നിർമ്മിക്കുകയുണ്ടായി. കുളം കുഴിച്ച് കല്ല് കെട്ടിത്തുടങ്ങിയപ്പോൾ ഊരാൺമക്കാരിൽ ചിലർ പറഞ്ഞു, കുളം സമചതുരത്തിലായിരിക്കണം, അല്ല വൃത്താകൃതിയിൽ തന്നെ വേണം. ദീർഘചതുരാകൃതിയാണ് ഭംഗി. അഭിപ്രായം പിന്നെയും അഭിപ്രായങ്ങൾ. കുളത്തിൻ്റെ ആകൃതിയെ ചൊല്ലി ഊരാൺമക്കാരിൽ തർക്കം വർദ്ധിച്ചു വരികെ അവരോടായി പെരുന്തച്ചൻ പറഞ്ഞു, നിങ്ങളാരും വഴക്കു പിടിക്കണ്ട. എല്ലാവരുടെയും ഇഷ്ടപ്രകാരം കുളം വട്ടത്തിൽ നീളത്തിൽ സമചതുരമായി ത്രികോണായിട്ട് കോഴിമുട്ട ഭാഷയിലുണ്ടാക്കിയേക്കാം. എന്താ പോരെ? അത്ഭുതമെന്ന് പറയട്ടെ, അത്തരത്തിലൊരു കുളം പെരുന്തച്ചൻ നിർമ്മിച്ചു കൊടുത്തു. ആ കുളത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും ഓരോ ആകൃതിയാണ് അനുഭവപ്പെടുക. കുളത്തിലിറങ്ങിയാൽ ആർക്കും കിഴക്കു പടിഞ്ഞാറ് അറിയാൻ പാടില്ലാതെയാണിരിക്കുന്നത്. അതിനാൽ ബ്രാഹ്മണർ ആരും തന്നെ ആ കുളത്തിൽ നിത്യകർമ്മം കഴിക്കാറില്ല. പെരുന്തച്ചന് അതിസമർത്ഥനായ ഒരു പുത്രനുണ്ടായിരുന്നു. രാരിച്ചൻ എന്നായിരുന്നു അവൻ്റെ പേര്. ഇത്തരത്തിലൊരു കുളം പിതാവ് കുഴിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം ചുറ്റും നടന്ന് വീക്ഷിച്ചുകൊണ്ട് രാരിച്ചൻ ചോദിച്ചു, പുഴ കടന്ന് ഈ കുളത്തിലേക്ക് വല്ലവരും കുളിക്കാൻ വരുമോ? പെരുന്തച്ചൻ കുഴിച്ച കുളം ക്ഷേത്രത്തിനടുത്തും പുഴ വളരെ അകന്നും ഒഴുകിയിരിക്കെ പുത്രൻ്റെ ഈ ചോദ്യം കേട്ട് പെരുന്തച്ചൻ അവനോട് ചോദിച്ചു, നീ എന്ത് ഭ്രാന്താണ് പറയുന്നത്? പുഴ ക്ഷേത്രത്തിൽ നിന്നു വളരെ ദൂരെയല്ലേ കിടക്കുന്നത്? വരട്ടെ, നമുക്ക് കാണാം എന്നായിരുന്നു പെരുന്തച്ചനോട് രാരിച്ചൻ്റെ മറുപടി. രാരിച്ചൻ്റെ വാക്കുകൾക്ക് അർത്ഥം കൈവന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ നിന്നു വളരെ ദൂരെ ഒഴുകിക്കൊണ്ടിരുന്ന നദി കുത്തിപ്പാഞ്ഞ് ക്ഷേത്രത്തിൻ്റെയും കുളത്തിൻ്റെയും മധ്യേ ഒഴുകിത്തുടങ്ങി. പുഴയുടെ ഇരുകരകളിലുമായി ക്ഷേത്രവും ക്ഷേത്രക്കുളവും. അതോടെ പുഴ കടന്ന് ആരും തന്നെ കുളത്തിലേക്ക് പോകാതെയുമായി. ഇപ്പോഴും പുഴയുടെ ഇരുകരകളിലാണ് ക്ഷേത്രവും ക്ഷേത്രക്കുളവും സ്ഥിതി ചെയ്യുന്നതത്രേ. ഈ സംഭവം പെരുന്തച്ചനെ പോലെ തന്നെ ദിവ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രനും എന്ന് തെളിയിക്കുന്നു. ഓം തത്സത്.